നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള 2 എൻവലപ്പ് ഉണ്ടാക്കിയാലോ? നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് മാത്രം ക്യൂട്ടായിരുന്നാ പോരല്ലോ, അത് കൊടുക്കുന്ന കവറും ക്യൂട്ടായിട്ടിരിക്കണ്ടേ? അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഐഡിയാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനാദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിച്ച പോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയറിലുള്ള A4 ഷീറ്റ് കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ A4 ഷീറ്റിനെ കളർ ചെയ്ത് നല്ല ക്യൂട്ടാക്കി എടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 2 ബ്രഷ് പെൻസ് ആണ് കേട്ടോ. നമ്മൾ ഈ പാറ്റേൺ പേപ്പർ ഒക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെയാണ് ഇത് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ചെയ്തേ ഉള്ളൂ. ആദ്യം തന്നെ ബ്ലൂവിൽ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തു. അതിനുശേഷം യെല്ലോയും ഒരു സൈഡ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് പേപ്പർ ഉണ്ടാക്കണം. അതിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആൽക്കഹോൾ മാർക്കേഴ്സ് ആണ് കേട്ടോ. അതിൽ ചെറിയ മിനി ഹാർട്ട്സ് വരച്ചു കൊടുത്തു. അപ്പോഴാണ് ഒരു കോമഡി ഉണ്ടായത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 1 സൈഡ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും ഇതിൽ ആൽക്കഹോൾ മാർക്കർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് സ്പ്രെഡ് ആയിട്ട് നമ്മുടെ ഡിസൈൻ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായില്ലേ, 2 ടൈപ്പ് ഓഫ് എൻവലപ്പായി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെയ്തു വെച്ച പേപ്പർ മടക്കിയിട്ട് എൻവലപ്പ് ആക്കി എടുക്കാം അല്ലേ? അപ്പൊ സൈഡിലുള്ള 2 കോർണർ നടുവിലേക്ക് മടക്കിയതിനു ശേഷം താഴെയുള്ള കോർണർ എടുത്തിട്ട് മേലേക്ക് കുറച്ച് കയറ്റി മടക്കുക. ഇപ്പൊ ആ കോർണറിന്റെ കൂർത്ത ഭാഗം മേലോട്ട് വന്നില്ല, അത് നേരെ ഉള്ളിലേക്കാക്കി മടക്കി വെക്കുക. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ 2 സൈഡിൽ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ച 2ാമത്തെ പേപ്പർ എടുത്തിട്ട് എൻവലപ്പ് ആക്കണം. അത് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് പോളറോയിഡ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ബർത്ത്ഡേ കാർഡോ ഫ്രണ്ട്ഷിപ്പ് കാർഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ട്സിന് കൊടുക്കാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതെന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് തന്നെ ക്യൂട്ടാക്കാൻ. അപ്പൊ നമ്മൾ ഈ സ്റ്റിക്കർ ഒക്കെ ചെയ്തെടുത്ത വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് അതിലുണ്ടാവും. അപ്പൊ ഇതിപ്പോ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അവരും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.